ആദിയിൽ വിശ്വം മെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു കാവായി അഗ്നിയായി തന്നാത്മവർഷം ഹല്ലേലൂയ ഹോശാന സ്തോത്രഗീതിയ എല്ലാരും വാഴ്ത്തുന്നൊരത്വൈകനാഥം ഹൃദയോദ്ദീപകം ജീവദായകം വലിയ സന്ദേശം ഇന്നത്തെ സുവിശേഷം നൽകുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്ന് കേൾക്കാം. ഫരിസേയരും ജെറുസലേമിൽ നിന്ന് വന്ന ചില നിയമജ്ഞരും യേശുവിന് ചുറ്റും കൂടി. അവന്റെ ശിഷ്യന്മാരിൽ ചിലർ കൈകഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച് ഫരിസേയരും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. പൊതുസ്ഥലത്തു നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല. കോപ്പകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങി മറ്റു പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു. ഫരിസേയരും നിയമജ്ഞരും അവനോട് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായി കൈകൊണ്ട് ഭക്ഷിക്കുന്നതെന്ത്? അവൻ പറഞ്ഞു, കപടനാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് യേശയ്യ ശരിയായി തന്നെ പ്രവചിച്ചു. അവൻ എഴുതിയിരിക്കുന്നു, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു. മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ദൈവത്തിന്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. അവൻ തുടർന്നു, നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കുന്നു. എന്തെന്നാൽ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, പിതാവിനെയോ മാതാവിനെയോ ദുഷിച്ചു പറയുന്നവൻ മരിക്കട്ടെ എന്ന് മോശ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരുവൻ തന്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കേണ്ടത് ഖുർബാൻ, അതായത് വഴിപാട് ആണെന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ പിതാവിനോ മാതാവിനോ വേണ്ടി യാതൊന്നും ചെയ്യാൻ നിങ്ങൾ അവനെ ഒരിക്കലും അനുവദിക്കുന്നുമില്ല. അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾ നിരർത്ഥകമാക്കിയിരിക്കുന്നു. ഇതുപോലെ പലതും നിങ്ങൾ ചെയ്യുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ആന്തരിക ശുദ്ധീകരണമാണ് രക്ഷയ്ക്കുള്ള വഴി. പാരമ്പര്യം പലതുണ്ട്. ദൈവത്തിന്റെ വെളിപാടിൽ നിന്ന് രൂപപ്പെട്ടുവന്ന പാരമ്പര്യമുണ്ട്, മനുഷ്യരുടെ പാരമ്പര്യമുണ്ട്, മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ട പാരമ്പര്യങ്ങൾ. അപ്പോ ഈ മനുഷ്യരുടെ പാരമ്പര്യത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന എന്നാൽ ദൈവഹിതത്തിന് വിരുദ്ധമായ അർത്ഥമില്ലാത്ത ബാഹ്യമായ ആചാര അനുഷ്ഠാനങ്ങൾ ഒരാളെയും വിശുദ്ധിയിലേക്ക് നയിക്കില്ല എന്ന് യേശു തറപ്പിച്ച് നമ്മുടെ മുമ്പിൽ വെക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ. മനുഷ്യരുടെ നിയമങ്ങളെക്കാൾ ദൈവപ്രമാണം, അതനുസരിച്ച് ജീവിച്ചാൽ രക്ഷപ്പെടും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നത്തെ സുവിശേഷം നമ്മൾ നൽകുന്ന ആ ഒരു വലിയ സന്ദേശം അതാണ്. മനുഷ്യ നിയമങ്ങളല്ല, ദൈവ നിയമം. യേശു ഇത് പറയാൻ കാരണമുണ്ട്. നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടതുപോലെ തന്നെ ഫരിസേയരും നിയമജ്ഞരും അവനോട് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിപരീതമായ അശുദ്ധമായ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതെന്ത്? നമുക്ക് ഒറ്റ നോട്ടത്തിന് തോന്നും, സാധാരണഗതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകാറുണ്ട്. ഇതാ കഴുകലല്ല. ആരോഗ്യത്തിന് ഹാനികരമായതുകൊണ്ടും കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചാൽ ആരോഗ്യത്തിന് ഹാനികരമായതുകൊണ്ടുമല്ല ഫരിസേയരും നിയമജ്ഞരും
യേശുവിനെ കുറ്റം വിധിക്കുന്നത്. യേശുവിന്റെ ശിഷ്യന്മാരാണ് കൈ കഴുകാത്തതെങ്കിലും കുറ്റം വിധിക്കുന്നത് യേശുവിനെ തന്നെയാണ്. കാരണം യേശു തുടക്കം മുതലേ അവരുടെ പാരമ്പര്യങ്ങൾക്കും ദൈവകൽപ്പനയ്ക്കും എതിരു പോകുന്നു എന്ന ആരോപണം അവര് എപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. യേശു വ്യക്തമായിട്ട് അവരുടെ കാപട്യത്തെ ഇന്നത്തെ സുവിശേഷത്തിലൂടെ തുറന്നു കാണിക്കുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ യേശു പറയുന്ന ഒരു കാര്യം ഇതാണ്, ഈ ആന്തരികമായ ശുദ്ധിയാണ് പ്രധാനപ്പെട്ടത്, ബാഹ്യമായ കഴുകൽ അല്ല. ചില സന്ദർഭങ്ങളിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കഴുകൽ എന്ന് പറയുന്നത് ആചാരപരമായ ഒരു കഴുകലാണ്. കുളിച്ച് ശുദ്ധി കഴിഞ്ഞ് വന്നാൽ പോലും തൊട്ടു മുമ്പ് കുളിച്ചാലും അവൻ ഉടനെ കൈ കഴുകിയേ പറ്റൂ. ഈ ആചാരം തെറ്റിക്കാൻ പാടില്ല. യഹൂദ നിയമത്തിൽ അവർ ഉണ്ടാക്കി വെച്ച കുറെ നിയമങ്ങൾ, ബാഹ്യമായ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് രക്ഷ കിട്ടും എന്ന അവരുടെ അഹന്ത കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യം പലപ്പോഴും വരുന്നത്, എനിക്കെല്ലാം അറിയാം, നിങ്ങൾക്കാർക്കും ഒന്നും അറിഞ്ഞുകൂടാ, ഞാൻ പറയുന്നത് ശരി, ഞാൻ പറയുന്നതേ ശരിയുള്ളൂ, നിങ്ങൾ പറയുന്നതെല്ലാം തെറ്റ് എന്ന അഹന്ത കൊണ്ടു നടക്കുന്ന, ഒരിക്കലും ഒരു പശ്ചാത്താപത്തിലേക്കോ തിരിച്ചുവരവിലേക്കോ കടന്നു വരാത്ത ഫരിസേയരും നിയമജ്ഞരും യേശുവിനെ തുടക്കം മുതൽ വിമർശിച്ചുകൊണ്ടിരുന്ന അവര് ഇവിടെയും പിടികൂടുകയാണ്. നമുക്കറിയാം, ഇതൊരു ആചാരപരമായ ഒരു ചടങ്ങാണ്. കാനായിലെ വിവാഹ വിരുന്നിന്റെ അന്ന് യേശു വെള്ളം വീഞ്ഞാക്കിയത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ 6 കൽഭരണികൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ആ 6 കൽഭരണികൾ ഇതുപോലെയുള്ള ആചാരപരമായ കൈകാൽ കഴുകലിന് വേണ്ടിയുള്ള വെള്ളം നിറയ്ക്കുന്ന ഭരണികളായിരുന്നു. അത് അപ്പോൾ പാരമ്പര്യമായിട്ട് അനുഷ്ഠിച്ചു പോകുന്ന ഒരു കാര്യമാണിത്. ഈ പാരമ്പര്യം മനുഷ്യനിർമ്മിതമായതുകൊണ്ട് അതിനർത്ഥമില്ല എന്ന് കർത്താവ് പറയുകയാണ്. ഞാൻ ഒരു കഥ വായിച്ചു ഓർക്കുന്നുണ്ട്. ഈ ഉള്ളത് കഴുകി ഉണക്കാനിട്ടു, പിറ്റേ ദിവസം നോക്കുമ്പോ അതിൽ ഓസ്ട്രേലിയയും സിലോണും സൗത്ത് ആഫ്രിക്കയും ഒക്കെ കാണാം. എലി കരണ്ടതാണ്. എലിയുടെ ശല്യം കൂടിക്കഴിഞ്ഞപ്പോ ഇവനെ എങ്ങനെ തുരത്തും എന്നായി. അതിന് സന്യാസി ഒരു ഉപായം കണ്ടുപിടിച്ചതാണ്. ഒരു പൂച്ചയെ വാങ്ങി. ആ പൂച്ചയെ വാങ്ങി അവിടെ വളർത്തി കുറച്ചു കഴിഞ്ഞപ്പോ എലിശല്യം കുറെ കുറഞ്ഞു. പക്ഷെ പൂജയ്ക്കിരിക്കുമ്പോ ചില എലികള് തലങ്ങും വിലങ്ങും ഓടും. അപ്പോ ഉടനെ അതൊരു വലിയ ശല്യമാണ്, പലവിചാരം ഉണ്ടാക്കും, പൂജ നന്നായിട്ട് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അതുകൊണ്ട് അയാൾ ആ പൂച്ചയെ കൊണ്ടുവന്ന് പൂജ വെക്കുന്നതിന്റെ അടുത്ത് കുറ്റി അടിച്ച് അതിൽ കയറ് കെട്ടി പൂച്ചയെ അവിടെ ബന്ധിച്ചിട്ടു. ഈ പൂച്ചയുടെ സാന്നിധ്യം എലി അങ്ങോട്ട് കടന്നു വരാതിരിക്കുക എന്നുള്ളതാണ്. അത് ഈ സന്യാസി അങ്ങനെ പിന്നെ ക്രമമായിട്ട് ഇങ്ങനെ ഇതൊക്കെ നടന്നു പൊയ്ക്കൊണ്ടിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞ സന്യാസിക്കും പ്രായമായി. കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ശിഷ്യന്മാർ പലരൊക്കെ ഇത് അറിഞ്ഞും കേട്ടുമൊക്കെ വരാൻ തുടങ്ങി. ശിഷ്യന്മാരുടെ എണ്ണം കൂടി അവരും ഓരോ കുടിൽ കെട്ടി ആ വനത്തിൽ തന്നെ താമസമാക്കി. കുറച്ചു കഴിഞ്ഞപ്പോ സന്യാസിക്ക് പ്രായമായി, പൂച്ചയ്ക്കും പ്രായമായി. സന്യാസി ഒരിക്കൽ മരിച്ചു, പൂച്ചയും അതിനടുത്ത ദിവസം തന്നെ ചത്തുപോയി. പക്ഷെ ശിഷ്യന്മാര് നോക്കുമ്പം പൂജ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യണമല്ലോ. നോക്കിയപ്പോൾ പൂച്ചയുടെ ഒരു കുറവുണ്ട്. ശിഷ്യന്മാര് നോക്കുമ്പോൾ പൂജയുടെ സമയത്ത് അവിടെ ഗുരു സന്യാസി ഒരു പൂച്ചയെ കയറുകൊണ്ട് കെട്ടിയിട്ടിരുന്നു. പൂച്ചയില്ലാതെ പൂജ അർപ്പിച്ചാൽ ദൈവം സ്വീകരിക്കില്ല, അതൊരു കുറവായിട്ട് കരുതും എന്ന് അവരങ്ങോട്ട് കരുതി. ഇല്ലാത്ത പൂച്ചയെ നാട് മുഴുവൻ നടന്ന് ഒരു പൂച്ചയെ വാങ്ങിച്ചുകൊണ്ടെന്ന് കെട്ടിയിട്ടിട്ടാണ് പിന്നെ അവർ പൂജ അർപ്പിക്കുന്നത്. ഇത് അർത്ഥം മനസ്സിലാക്കാത്ത, ചൈതന്യം നഷ്ടപ്പെട്ടുപോയ മാനുഷിക പാരമ്പര്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ബാഹ്യമായ ഒരു അനുഷ്ഠാനം, ഉള്ളിൽ തട്ടാത്തത്, അർത്ഥം മനസ്സിലാക്കാത്ത ആ ഒരു ജീവിത ശൈലി, അതാണ് ഇവിടെ കർത്താവ് ഇന്നത്തെ സുവിശേഷത്തില് വ്യക്തമായിട്ട് അവരുടെ കാപട്യത്തെ തുറന്നു കാണിക്കുകയാണ്. കൈ കഴുകുന്നത് ആരോഗ്യത്തെ പ്രതിയായിരുന്നു തുടക്കത്തിൽ ഒരു സാമൂഹ്യ ആചാരം, നമുക്കറിയാം അത്. അപ്പോ അതിന് പിന്നീട് ഒരു ആത്മീയ വശം, ആത്മീയ ഛായ കൈവന്നു. കുളിച്ച് ശുദ്ധമായിട്ട് വന്നാൽ പോലും കൈ കഴുകണം. അതിന് പ്രത്യേക ഒരു രീതി തന്നെയുണ്ട്. ഈ കൈ കഴുകലിന് ശുദ്ധമെന്നും അശുദ്ധമെന്നും യഹൂദർ വിധി എഴുതി
തെറ്റിനും ശരിക്കും. അതുപോലെ തന്നെ മൃഗങ്ങൾക്കും ഭക്ഷ്യ സാധനങ്ങൾക്ക് വരെ അശുദ്ധം ശുദ്ധം എന്ന് മതില് കെട്ടി വേർതിരിച്ചു. അശുദ്ധമായത് ഒഴിവാക്കി ജീവിച്ചാൽ അവൻ വിശുദ്ധി പ്രാപിക്കും. അപ്പോൾ വിശുദ്ധരാകണമെങ്കിൽ ഇത്തരം ബാഹ്യമായ ചില ആചാരാനുഷ്ഠാനങ്ങൾ, ഇവർ ഉണ്ടാക്കിയ ആചാരാനുഷ്ഠാനങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഈ കാഴ്ചപ്പാടിനെയാണ് യേശു തകിടം മറിക്കുന്നത്. ഇവിടെ അവരെ ശരിക്കും യേശു നിശ്ചിതമായി വിമർശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ബാഹ്യമായ കഴുകലല്ല പ്രധാനം, മനുഷ്യ മനസ്സിന്റെ ക്ഷാളനം. അതാണ് യേശു നമ്മോട് ആവശ്യപ്പെടുന്നത്. ആന്തരിക വിശുദ്ധീകരണമാണ് അടിസ്ഥാനപരമായി വേണ്ടത്. അവിടെ പാപം പുറമെയാണ്, ബാഹ്യമാണ് എന്ന ചിന്തയാണ് യഹൂദർക്ക്, പ്രത്യേകിച്ച് ഫരിസേയർക്കും നിയമജ്ഞർക്കും ഉള്ളത്. ബാഹ്യമാണ്, ഉള്ളിലല്ല അത് വരേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവർ തങ്ങളുടെ തെറ്റാണെന്ന് അവർ സമ്മതിക്കുകയില്ല. കുറ്റം മുഴുവൻ മറ്റുള്ളവർക്കാണെന്ന് അവർ കരുതും. അഹന്ത, സ്വയം അറിയാതെ പോകുന്നു, മറ്റുള്ളവരെ കുറ്റം വിധിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഈ പ്രായമായ ആളുകൾ ചിലപ്പോഴൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോഴത്തെ കതിനായ്ക്കൊന്നും യാതൊരു സ്വരവും ഇല്ല. പണ്ടത്തെ കതിനയായിരുന്നു കേമൻ, എന്ത് സ്വരമാണ്. ഈ കാരണന്മാരറിയുന്നില്ല അവരുടെ ചെവിയുടെ കേൾവി പോയി എന്ന്. കുഴപ്പം തങ്ങൾക്കാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല, കുഴപ്പം കതിനായ്ക്കാണ്. ഇപ്പോഴത്തെ കതിനായുടെ പ്രശ്നമാണ്. ഇതുപോലെ തന്നെയാണ് കുഴപ്പം മുഴുവൻ മറ്റുള്ളവർക്കാണെന്ന ഒരു ചിന്ത. അവൻ ഒരിക്കലും തന്നിലേക്ക് തന്നെ നോക്കാത്ത ഒരു സാഹചര്യമാണ്. അപ്പോ മനുഷ്യരുടെ മനസ്സിനാണ് ക്ഷാളനം വേണ്ടത്. അത് കർത്താവ് അത് ശക്തമായിട്ട് പറയുന്നുണ്ട്. പാപം പുറമേ അല്ല, പാപവും അശുദ്ധിയും ആന്തരികമാണ്. തിരുത്തേണ്ടത് തങ്ങളല്ല, മറ്റുള്ളവരാണെന്ന് അവരെ ഇങ്ങനെ തലയ്ക്ക് കൊണ്ടുവച്ചിരിക്കുക. അപ്പോ തടസ്സം എന്ന് പറയുന്നത്, വിശുദ്ധിക്ക് തടസ്സം അജ്ഞതയൊന്നുമല്ല, എല്ലാം അറിയാം എന്ന അഹന്തയാണ്. ഇന്നുകൊണ്ടല്ലോ ഇത്തരം ആളുകൾ സഭയുടെ പ്രബോധനങ്ങളും ദൈവിക വെളിപാടുകൾക്ക് തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനം കൊടുത്ത് സഭയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ഒത്തിരി ആളുകൾ. പക്ഷെ അതുകൊണ്ടൊന്നും സഭയ്ക്ക് കോട്ടം പറ്റുകയല്ല. ഇവരുടെ യഥാർത്ഥ നിറം മനസ്സിലാക്കാതെ പോവുകയാണ്. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, അശുദ്ധി, കൊലപാതകം എന്ന് പറയുന്നത് അത്രത്തോളം ഗുരുതരമാണ്, കോപവും സഹോദര നിന്ദയും എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കൊല്ലരുത്, കൊല്ലുന്ന ഏവനും ന്യായവിധിക്ക് അർഹനാണെന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായാധിപന്റെ മുമ്പിൽ നിർത്തപ്പെടും. സഹോദരനെ ഭോഷ എന്ന് വിളിച്ചാൽ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അപ്പൊ ഇത് രണ്ടും തുല്യ ഗൗരവത്തിലാണ് കർത്താവ് കാണുന്നത്. ഉള്ളാണ് കർത്താവ് നോക്കുന്നത്, ബാഹ്യമായ ആചാരാനുഷ്ഠാനമല്ല. അതുപോലെ തന്നെ വ്യഭിചാരത്തോളം ഗുരുതരമാണ് ആസക്തിയോടുകൂടി ഒരുവളെ നോക്കുന്നതെന്ന് പോലും കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ വ്യഭിചാരത്തോളം അത്രയും ഗുരുതരമാണ് ആസക്തിയോടെ, ഹൃദയത്തിൽ ആസക്തിയോടെ നോക്കുന്നത്. അപ്പൊ ഉള്ളാണ് ദൈവം നോക്കുന്നത്. മനുഷ്യരുടെ മുമ്പിൽ നമ്മളെ തന്നെ ഒത്തിരി നീതീകരിക്കാൻ പറ്റും. പക്ഷെ എല്ലാം അറിയുന്നവൻ, ഉള്ളിന്റെ ഉള്ളും എല്ലാം അറിയുന്നവന്റെ മുമ്പിൽ ഒന്നും നമുക്ക് ഒളിക്കാൻ സാധിക്കില്ല. അപ്പോ ആഭിചാരത്തോളം, അതുപോലെ തന്നെ വ്യഭിചാരത്തോളം എല്ലാം ഗുരുതരമാണ് ഉള്ളിൽ നിന്ന് വരുന്ന ആസക്തികൾ. അതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, ഈ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തില് ഈ ചിന്ത നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. യേശു പറയുകയാണ്, വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്, അത് മനുഷ്യനെ അശുദ്ധനാക്കും. അപ്പൊ ഈ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. ദുശ്ചിന്തകൾ, കൊലപാതകം, അത് ഉള്ളിലാണ് ആദ്യം അതിന്റെ വിത്ത്, അത് പിന്നീട് വളർന്നാണ്. അതുപോലെ തന്നെ വിദ്വേഷം, പ്രതികാര ചിന്ത, ഇത് വളർന്നാണല്ലോ അക്രമത്തിലേക്കും ഈ പ്രതികാര നടപടികളിലേക്കും വരുന്നത്, പ്രവൃത്തിയിലേക്ക് വരുന്നത്.
ചിന്ത. ഉള്ള് നല്ലതാണെങ്കിൽ, നല്ലത് ചിന്തിക്കാൻ കഴിഞ്ഞാൽ പ്രവൃത്തി നന്നായിരിക്കും, വാക്ക് നന്നായിരിക്കും. ഇവിടെ കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം, ഇവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഇവയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. കർത്താവ് ഉള്ളിലേക്കാണ് നോക്കുന്നത്. പറയുകയാണ്, കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് ആരെയും അശുദ്ധനാക്കുന്നില്ല. അപ്പൊ തിന്മയുടെ ഉറവിടം ഉള്ളാണ്. അതുകൊണ്ട് തന്നെ റോമാക്കാർക്കുള്ള ലേഖനം 12-ാം അധ്യായത്തില് ആദ്യ ഭാഗത്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രസ്തുത മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. അടിസ്ഥാനപരമായി വേണ്ടത് മനസ്സിന്റെ നവീകരണം വഴിയുള്ള രൂപാന്തരം. രൂപത്തിന് അന്തരം ഉണ്ടാവണം, മാറ്റമുണ്ടാകണം. ഉള്ളില് മനസ്സിന് മാറ്റമുണ്ടാകണമെങ്കിൽ തനിക്ക് പ്രശ്നമുണ്ടെന്ന് തിരിച്ചറിവുണ്ടാകണം. സ്വന്തം തെറ്റ് കാണാതിരിക്കുകയും അഥവാ കണ്ടാൽ മൂടിവെക്കുകയും മറ്റുള്ളവരാണ് എല്ലാത്തിന്റെയും ഉത്തരവാദി എന്ന് അവരെ ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ സ്വയം കാണാതെ പോവുകയാണ്. സ്വയം അറിയുന്ന ഒരാള് എന്റെ കുറവുകളോടുകൂടി, എന്റെ ബലഹീനതകളോടുകൂടി എനിക്ക് എന്നെ തന്നെ കാണാനും അംഗീകരിക്കാനും വിലമതിക്കാനും പറ്റുമെങ്കിൽ മറ്റുള്ളവരുടെ ബലഹീനതകളും കുറവുകളോടുകൂടി അവരെ അംഗീകരിക്കാനും വിലമതിക്കാനും നമുക്ക് സാധിക്കും. ഞാൻ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ, അതിന് വിധിക്കുന്നുണ്ടെങ്കിൽ, വ്യക്തമായ കാരണം ഞാൻ എന്റേത് അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. അറിഞ്ഞാലും മൂടിവെക്കും. അത് അംഗീകരിക്കാൻ പറ്റാതെ പോകുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചു കേട്ടതിൽ നിന്ന് ഒരുവനെ അശുദ്ധനാക്കുന്നത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഉള്ളു നല്ലതാണെങ്കിൽ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നത് നന്നായിരിക്കും. അടുത്ത ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തേക്ക് വരും. അപ്പൊ ഉള്ളു നന്നായിരിക്കുക എന്ന പ്രധാനപ്പെട്ട കാര്യം. ചാണകക്കുഴിയിൽ നിന്ന് ഒഴുകുന്ന വെള്ളം അതിനൊരിക്കലും തേനിന്റെ മധുരം കാണില്ല, ദുർഗന്ധമായിരിക്കും. കാരണം ചാണകമാണ് അവിടെ കിടക്കുന്നത്. എയർ കണ്ടീഷൻ റൂമിലിരുന്നാലും വയറ് കണ്ടീഷൻ അല്ലെങ്കിൽ ഒരിക്കലും സ്വസ്ഥത കിട്ടുകയില്ല. ഉള്ളു ശരിയാവണം. അതാണ് കർത്താവ് പറഞ്ഞു വരുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് അകത്ത് പുകഞ്ഞു കിടക്കുന്ന വിദ്വേഷത്തിന്റെ അനുഭവമാണ് പലപ്പോഴും പല വിദ്വേഷ വാക്കുകളാലും പൈശാചിക പ്രവർത്തികളാലും പുറത്തു വരുന്നത്. ഉള്ളിൽ കിടക്കുന്നതാണ്. നിയമത്തിന്റെ അക്ഷരം നോക്കി ചൈതന്യം മറന്ന് ദൈവിക വെളിപാടാണോ ദൈവഹിതമാണോ എന്ന് തിരിച്ചറിയാതെ ഇത്തരം കാര്യങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും യേശുവിന്റെ ശിഷ്യന്മാരെ വിമർശിക്കുകയും ചെയ്ത ഈ ഫരിസായ മനസ്സ്, അവർക്ക് യേശു വ്യക്തമായ മറുപടി കൊടുക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം. കാപ്പട്ട നാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് യേശയ്യ ശരിയായി തന്നെ പ്രവചിച്ചു. യേശയ്യയുടെ പ്രവചനം ഉദ്ധരിച്ചുകൊണ്ടാണ് യേശു അവർക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം കൊടുക്കുന്നത്. ഇവിടെ പറയുകയാണ്, ഇങ്ങനെ എഴുതിയിരിക്കുന്നു. എന്താ എഴുതിയിരിക്കുന്നത്? ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്, വളരെ ദൂരെയാണ്. അപ്പോ ഇവര് അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, മനുഷ്യരുടെ പ്രമാണങ്ങൾ അവർ പഠിപ്പിക്കുന്നു, അവരുടെ തന്നെ പ്രമാണങ്ങൾ ദൈവകൽപ്പനയായിട്ട്, പക്ഷെ ദൈവകൽപ്പന പാടെ മറക്കുന്നു. ദൈവത്തിന്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. അപ്പോൾ എന്നിട്ട് അവരുടെ കാപട്യം കർത്താവ് തുറന്നു കാണിക്കുന്നത് മറ്റൊരു ഉദാഹരണം പറഞ്ഞിട്ടാണ്. ഒരു ഉദാഹരണം പറയുന്നുണ്ട്, നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, 4-ാം പ്രമാണം, ദൈവത്തിന്റെ കൽപ്പന. പിതാവിനെയോ മാതാവിനെയോ ദുഷിച്ചു പറയുന്നവൻ മരിക്കട്ടെ എന്ന് മോശ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരുവൻ തന്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്കുള്ളത് വഴിപാടായി ഞാൻ ദൈവത്തിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ മാതാപിതാക്കന്മാരെ നോക്കണ്ട എന്ന് ഒരു വിചിത്രമായ നിയമം. കൊടുക്കണമെന്നൊന്നുമില്ല, ഉടനെ കൊടുക്കണമെന്നില്ല, കൊടുക്കാമെന്ന് മനസ്സിൽ പറഞ്ഞാലും മതി. പക്ഷെ ഇവരെ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല, അവകാശമില്ല, കൊടുത്തുപോയി. അവരെ യേശു ഒരു ഓമനപ്പേര് വിളിക്കുന്നുണ്ട്, കാപ്പാട്ട നാട്യക്കാർ, നാടകം കളിക്കുന്നവർ.
നാടകത്തിലെ കഥാപാത്രവും നടനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ചിലപ്പോൾ വയസ്സന്മാരായിരിക്കും ചെറുപ്പക്കാരായിട്ടും, ചെറുപ്പക്കാർ വയസ്സന്മാരായിട്ടും, സ്ത്രീകൾ പുരുഷന്മാരായിട്ടും ഒക്കെ അഭിനയിക്കുന്നത്. കഥാപാത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പുറമേ കാണുന്നതല്ല യഥാർത്ഥ നിറം. യേശു എത്ര ശക്തമായിട്ടാ പറയും, മുഖം മൂടി അണിഞ്ഞു നടക്കുന്നവർ, വെള്ളയടിച്ച കുഴിമാടങ്ങൾ. നിങ്ങളുടെ ജീവിതം വെറും അഭിനയം, തട്ടിപ്പ്. അവരുടെ കാപട്യത്തെ യേശു തുറന്നു കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മുടെയൊക്കെ ആധ്യാത്മിക ജീവിതത്തിലെ ഏറ്റവും അപകടം പിടിച്ചൊരു കാര്യം ഈ ആത്മാർത്ഥത ഇല്ലായ്മയാണ്. വാക്കും പ്രവൃത്തിയും രണ്ടു വഴിക്ക് പോകും, ഒരിക്കലും തമ്മിൽ കൂട്ടിമുട്ടുകയില്ല. റെയിൽപാളം പോലെയാണ്, ഒരിക്കലും അവർ കൂട്ടിമുട്ടുന്ന പ്രശ്നമില്ല. ഇതിന് കാപട്യം യേശു ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു തിന്മയും ഇതിനേക്കാൾ വലിയൊരു തിന്മയില്ല. നമുക്കറിയാം ഉദാഹരണം യൂദാസ് പണക്കിഴി തന്റെ കയ്യിലായിരുന്നതുകൊണ്ടും പണത്തോട് ആസക്തി ഉള്ളവനായതുകൊണ്ടും അല്ല കാപട്യം എന്ന് യൂദാസിനെ കുറിച്ച് പറയുന്നത്. കാപട്യം, അഭിനയം, ഇതൊക്കെ കട്ടെടുത്തിരുന്നു എന്നുള്ളത് ശരിയാണ്. പണസഞ്ചി അയാളുടെ കയ്യിലായിരുന്നു, പക്ഷെ കർത്താവ് ഒരിക്കലും അയാളുടെ കയ്യിൽ നിന്ന് അത് ഉത്തരവാദിത്വം പിടിച്ചു വാങ്ങിയില്ല എന്നുള്ളതാണ്. പക്ഷെ ആ യൂദാസ് ചെയ്ത ഒരു പണി നമുക്കറിയാതെ, ചുംബിച്ചുകൊണ്ട് ഒറ്റിക്കൊടുത്തു. ഇതാണ് ഏറ്റവും വലിയ കാപട്യം എന്ന് പറയുന്നത്. കാരണം എന്താ? ചുംബനം എന്ന് പറയുന്നത് അഗാധമായ സ്നേഹത്തിന്റെ, വലിയ ഇഷ്ടത്തിന്റെ വിശുദ്ധമായ ഒരു അടയാളമാണ്. ഈ അടയാളമാണ് ഏറ്റവും വലിയ കാപട്യമായി നമ്മൾ കാണുന്നത്. കാരണം അതിനെ യൂദാസ് മലിനപ്പെടുത്തി. അവൻ ചുംബിച്ചത് കപടമായിട്ടാണ്. ആ കാപട്യമാണ് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്. അന്ധനായ ഫരിസേയ പാനപാത്രത്തിന്റെയും ഭക്ഷണപാത്രത്തിന്റെയും പുറം കൂടി ശുദ്ധിയാകാൻ വേണ്ടി ആദ്യമേ അകം ശുദ്ധിയാക്കുക, ഉള്ളു ശുദ്ധിയാക്കാനാണ് പറയുന്നത്. കപടനാട്യക്കാരായ നിയമജ്ഞരെ ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശരാണ്. പുറമെ മനോഹരമായി കാണുന്നെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും. എത്രയോ ശക്തമായിട്ട് തുറന്നടിക്കുകയാണ്. മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യോ അനീതിയും നിറഞ്ഞവരാണ്. അതാണ് ഇവിടെ കർത്താവ് ഇവരോട് പറയുന്നതിന്റെ കാര്യം. ഈ ജനം അധരം കൊണ്ട് തന്നെ ബഹുമാനിക്കുന്നു, പക്ഷേ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. ഇത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടതാണ്. കാരണം നമുക്കൊക്കെ ഈ പകൽമാന്യന്മാര് അവരാണ് അവരുടെ മുഴക്കോല് വെച്ച് യേശുവിന്റെ ശിഷ്യന്മാരെ അളക്കുന്നത്. മനുഷ്യനിർമ്മിത നിയമങ്ങളെ പൂജിക്കുകയും ദൈവകൽപ്പന അവഗണിക്കുകയും ചെയ്യുന്ന ഈ ഫരിസേയ മനസ്ഥിതി, അതാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകേണ്ടതും അതുതന്നെയാണ്. ഈ മറ്റുള്ളവരാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം തങ്ങളല്ല എന്ന് വിശ്വസിക്കുന്ന മിക്കവാറും എല്ലാ മനുഷ്യരിലും ഈ മനസ്ഥിതിയാണ്. നമുക്കറിയാം, ആരെങ്കിലും ഒരാള് സ്വന്തം തെറ്റ് അംഗീകരിക്കുമോ? സ്വന്തം കുറവുകളെ കുറിച്ച് ചിന്തയേയില്ല. തനിക്കാണ് പ്രശ്നം എന്ന് മനസ്സിലാകാതെ പോവാണ്. പ്രശ്നം മുഴുവൻ മറ്റുള്ളവർക്കാണ്. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ തിരുത്താൻ തയ്യാറാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്റെ പ്രവർത്തനത്തിലൂടെ അത് വരും. അത് മറ്റുള്ളവർക്ക് നമ്മിലേക്ക് കടന്നു വരാൻ, നമ്മൾ നന്മ ചെയ്താൽ നന്മയുടെ ഫലം നമുക്ക് കിട്ടുകയും ചെയ്യും. ഒരു പയ്യൻ, 3 വയസ്സുള്ള ഒരു പയ്യൻ അടയിരിക്കുന്ന കോഴിയുടെ അടുത്ത് അതിനെ ചെന്ന് പൊക്കി എഴുന്നേൽപ്പിച്ചു. കോഴി ഒരു കൊത്തും കൊടുത്തു. പക്ഷെ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ ഇവൻ അവിടെ ചെന്ന് നോക്കിയപ്പോ ഒരു മുട്ട ചീമുട്ടയായിട്ട് പൊട്ടിയിരിപ്പുണ്ട്. അവനതിനെ ചെന്ന് തോണ്ടിയപ്പോ മണത്ത് നോക്കിയപ്പോ ഭയങ്കര മണം, ദുർഗന്ധം. അവനത് കൊണ്ടുപോയി അവന്റെ അപ്പൻ ഉച്ചയ്ക്ക് ഉറങ്ങിക്കിടന്ന നേരത്ത് അപ്പന്റെ മേൽമീശയെ കൊണ്ടെത്തിച്ചു.
അപ്പം പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോ ഭയങ്കര നാറ്റം. ഇതെവിടുന്നാ വരുന്നതായി. പായക്കടി നോക്കുന്നു, തകനക്കടി നോക്കുന്നു, കട്ടിലിന്റെ അടി നോക്കുന്നു, മുറിക്കകത്ത് തൊട്ട അയലോകത്ത് മുറികളിൽ പോകുന്നു, മുറ്റത്ത് പോയി നോക്കുന്നു, എങ്ങും കണ്ടെത്താൻ പറ്റുന്നില്ല. അവസാനം ഇവൻ മാറി നിന്ന് ചിരിക്കുന്ന കണ്ടപ്പോ അവനോട് ചോദിച്ചു, നീ എന്നാടാ ചിരിക്കുന്നത്? ഇവിടെ ഒരു സൂത്രം ഇരിപ്പുണ്ട്. അത് തോട്ട് നോക്കി മനസ്സിലായി, പ്രശ്നം ദുർഗന്ധം തന്റെ മൂക്കിന് താഴെ തന്നെയാണ്. സ്വയം കാണാതെ പോവാണെന്ന് മാത്രം. പ്രശ്നം നമ്മിൽ തന്നെയാണ്. നാം തിരുത്തുമ്പോ മറ്റുള്ളവർക്ക് ആ തിരുത്തലിന്റെ ഫലം നന്മയിലേക്ക് നയിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം.